ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും നേന്ത്രപ്പഴമൊക്കെ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം അതിനായി അവിലൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ പലഹാരത്തിനായിട്ട് വെള്ള അവിൽ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. 280 ml കപ്പിലാണ് അവിലെടുത്തിട്ടുള്ളത്. ഈ അവിൽ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതെ വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകണം. അതുവരെ കളറൊന്നും ചേഞ്ച് ആകാതെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇവിടെ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അവിൽ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത്, എന്നാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും ചേഞ്ച് ആകാതെ വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ആ വെള്ളത്തിൻ്റെ അംശമൊന്നും മാറിക്കിട്ടിയാൽ മതിയാകും. തേങ്ങയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നേരത്തെ അവിൽ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇനി ഞാനിവിടെ ആ പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ പാലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. പാലിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പഴം ഇവിടെ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടും കിസ്മിസുമാണ്. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പഴം ഒരുപാടിട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. പഴം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ആ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അവിലും മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഒന്ന് വഴറ്റി വെച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പിസ്തയും കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം.
നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാതെയാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതുവരെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി വരും. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിക്കാക്കി എടുക്കണം. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ അതിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റിയതിന് ശേഷം സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും, ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് സ്പാച്ചില കൊണ്ട് ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. അവിലും നേന്ത്രപ്പഴമൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.